സുവിശേഷം കേൾക്കണ്ടേ? നമ്മള് ലഘുലേഖയായിട്ട് ചെല്ലുക, ഉണ്ടെ ചോദിക്കും സുവിശേഷമാ, വേണ്ട വേണ്ട, ഇതല്ല സുവിശേഷം. ഒക്കെ ഞങ്ങൾക്കറിയാം, വൈദ്യൻ ഫാമിലിയാ. പോ കേട്ടിട്ടുണ്ടോ? വൈദ്യര്, ചാക്കോ വൈദ്യര്, തോമാ വൈദ്യര്, അങ്ങനെ മൊത്തം വൈദ്യന്മാരാ. എന്നാൽ ചില വൈദ്യന്മാരെന്ന് പേരെങ്കിലും മരുന്നിന്റെ പേര് പോലെ അറിയാനും മേല. എല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരുടെയും കാര്യമല്ല. പേര് ഒരാളുടെ ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങൾക്ക് പണ്ട് ഒരമരുന്ന് കൊടുക്കും, വൈദ്യരല്ലേ, പറയാൻ പറഞ്ഞു. കഴിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. പേരെന്നാ? എന്നെ തുറച്ചു നോക്കുന്നല്ലോ. ദൈവത്തിന് മകത്ത് പേരിലൊന്നും വലിയ കഥയില്ല. ചില വിഷയത്തിൽ കാസർഗോഡ് പണ്ട് ഒരു യോഗത്തിന്, ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് യോഗത്തിന് പോയപ്പോൾ തീവണ്ടി ചെന്നിറങ്ങി, നല്ല ക്ഷീണം. അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്നാൽ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഒരാളോട് ചോദിച്ചു, പറഞ്ഞു ഇതിലെ അങ്ങോട്ട് ചെല്ലുമ്പോൾ വലത്ത് വശത്തൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. ചെന്നു. അപ്പോൾ ഞാൻ ഹോട്ടൽ കണ്ടു, നല്ല ക്ഷീണം, എന്തെങ്കിലും കിട്ടിയാൽ മതി, വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിന്റെ പേര് ഞാൻ വായിച്ചു, ആനന്ദവിലാസം ഹോട്ടൽ. ഇപ്പോഴും ഓർമ്മയിലുണ്ട്, ആനന്ദവിലാസം. അകത്ത് കയറി, എന്തോ ഉണ്ട്, അപ്പവും മുട്ടയും. അയ്യോ, ഒന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. 2 അപ്പവും 1 മുട്ടയും. 10-25 വർഷം മുമ്പാ കൊണ്ടുവന്ന്. വിശപ്പ് കൊണ്ട് അപ്പം എടുത്തു, ഇത് ഗ്രേവി മുക്കി, മുട്ട പൊളിച്ചപ്പം മുടി ചുറ്റിയിരിക്കുക. എന്നൊന്നും വെക്കണ്ട, മുടി നല്ലതാ. പിന്നെ മുടി നല്ലതല്ലേ? എന്ത് സൂക്ഷിച്ച, എത്ര നേരം ചീകി ഒതുക്കിയായി ഇവിടെ വന്ന് ഇപ്പം അമ്മിയിരിക്കുന്നേ ഇല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. അസമയം കാലിന്റെ നഖം അത്രയും വൃത്തിയാക്കിയോ? നോക്ക് നഖം എങ്ങനെയാ, മുടി എങ്ങനെയാന്ന്. അപ്പൊ ഇത് വളരെ നന്നായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. കുളിച്ചില്ലെങ്കിലും എല്ലാം പറപ്പിച്ച് വൃത്തിയാക്കിയ. കുളിച്ചിട്ട് എത്ര ദിവസമായി ചിലര്? 2 പേര് പറയുന്നത് ഞാൻ കേട്ടു, ഒത്തിരി നാൾ കൂടി ഞാൻ തലയൊന്ന് കഴുകിയെന്ന്. ഞാൻ കേട്ടതാ, ഒത്തിരി നാൾ കൂടി ഇരുന്ന് എന്നാലും വൃത്തിയാക്കിയാ കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞാന് ഇത് ഒഴിച്ച മുട്ടയിലെ മുടി എനിക്ക് വലിയ വിഷയമൊന്നുമില്ല, ഞാനതങ്ങ് കളഞ്ഞു, മുടി അങ്ങ് കളഞ്ഞു. പക്ഷേ അപ്പത്തിൽ കല്ല് കടിച്ചു, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പല്ലും പോയി, വലിയ പ്രയാസമായി. വിശപ്പുമുണ്ട്, പക്ഷെ ആ കടിച്ചതങ്ങ് മാറ്റിയപ്പം വീണ്ടും എടുത്ത പിന്നെയും കല്ല് കടിച്ചു. പിന്നെ കഴിച്ചില്ല, വളരെ പ്രയാസമായി. എങ്കിലും അവിടെ ചെന്ന് മാനേജർ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഓർക്കുന്നു, മുറുക്ക് തുപ്പി കടവായി കൂടെ ഒഴുകുക. ഷർട്ട് ഇട്ടിട്ടില്ല, ഒരു തോർത്ത്, അത് കരിക്ക് കുത്തിയിടാം. അപ്പം ഞാൻ പരിചയമില്ലാത്ത സ്ഥലവും ഒക്കെ ആണല്ലോ, സൂക്ഷിച്ചു വേണമല്ലോ പെരുമാറാൻ. ഞാൻ ചോദിച്ചവൻ പറഞ്ഞു 23 രൂപ. അന്ന് 23 കൊടുത്തു. ലോകത്തിൽ ഇറങ്ങണമല്ലോ എന്നോർത്ത് ഞാൻ ചോദിച്ചു, പേരെന്തുവാ? പുള്ളി പറഞ്ഞു സുന്ദരം പിള്ള. ഷർട്ട് ഇട്ടിട്ടില്ല, കരിക്ക് കുത്തുകിടാന്ന് പരുവത്തൊരു തോർത്ത്, മുറുക്ക് തുപ്പി കടവായി കൂടെ ഒഴുകി. അല്ല, ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ വെക്കുന്നുണ്ട്. പേരെന്നാ? അങ്ങേരുടെ പേര് സുന്ദരം പിള്ള, ഹോട്ടലിന്റെ പേര് ആനന്ദ്. ഇത് രണ്ടും അവിടെ ഇല്ലെന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞ പോലെ പേരെന്നാ? ചാക്കോ വൈദ്യൻ. ഒരു പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരുടെയും കാര്യമല്ല, പലർക്കും പേരേ ഉള്ളൂ. മോടെ പേരെന്നാ? മേഴ്സി. കൈ അറത്താ ഉപ്പ് തേക്കുകയല്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, മേഴ്സി. അതിന്റെ മീനിങ് പറ. അവിടെ ദയെന്ന് പറയുന്നത്, ഇവിടെ കരുണയെന്ന് പറയുന്നത്, രണ്ടും ഒന്ന് ആയിക്കോട്ടെ. പാസ്റ്റർ പറയുന്നത് എന്നെ ഉപദ്രവിക്കരുതെന്നായിരിക്കും. എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിച്ചതാ. മോടെ പേരെന്നാ? കൃപ. സഹായത്തിന് വരികയല്ല. അപ്പൊ പേരിനകത്ത് എല്ലാ പേരിലും വലിയ കഥയില്ലെന്നായി പറഞ്ഞ്. അപ്പൊ നമ്മൾ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ പറയും, വേണ്ട, ഞങ്ങൾ വൈദ്യൻ ഫാമിലിയാ, തേവലക്കര. പോ അവിടെ അങ്ങോട്ട് ചെല്ലും. അവിടെ ആരാ? അവിടെ ദാമോദരനും ഭഗീരഥിയും.
പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ ചോദിച്ചു, ആ സുവിശേഷം അങ്ങോട്ട് ചെല്ല. ഇങ്ങനല്ലേ ഇപ്പൊ നടക്കുന്നേ. അപ്പൊ അതുകൊണ്ട് ആർക്കായി സുവിശേഷം ആര് കേൾക്കണം? വായിച്ചേ മോളെ, 49 സങ്കീർത്തനത്തിന്റെ 1 വാക്യം വായിച്ചു. സുവിശേഷം ആരാ കേൾക്കണ്ടേ? ഭാഗീരഥയാന്നോ, ശ്രീധരനാന്നോ, ദാമോദരനാന്നോ, ചാക്കോവൈദ്യനാന്നോ, തോമസ് വൈദ്യനാന്നോ, അതോ അബ്ദുള്ളയാന്നോ, നസീറാന്നോ? ആരാ കേൾക്കേണ്ടത്? ആമേ വായിരു മോളെ. 49:1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. സകല ജാതികളും ആയുള്ളവര് ഈ ജാതി സമ്പ്രദായമൊക്കെ മനുഷ്യൻ ഒപ്പിച്ചോണ്ട് വന്നതാ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയോളം ആക്കി ഇരിക്കുന്നതെല്ലാം ഒറ്റ ഒരുത്തന്റെയാ. നിങ്ങൾ അംഗീകരിക്കത്തുമില്ല, വിശ്വസിക്കത്തുമില്ലെന്ന് എനിക്കറിയാം. പിന്നെ ചുമ്മാ ഇരുന്ന് ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ് പടലി വെട്ടിക്കുക, വിശ്വാസം ഒന്നുമില്ലെന്ന് എനിക്കറിയാം. അതെ, ഇപ്പോഴും ചെല്ലു പറയത്തില്ല ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവരിച്ചിരി കുറഞ്ഞതാ, ഞങ്ങള് ഒറിജിനലാ, മറ്റേത് മാർഗം കൂടിയതാ. അതാ പറഞ്ഞ നീ വിശ്വസിക്കുകയല്ലെന്ന്. പിന്നെ വേദവസ്തുവായിട്ട് ഇങ്ങനെ നെടുക നടക്കുന്നതല്ലാതെ വലിയ വിശ്വാസമൊന്നും ഇല്ല. ഒറ്റയൊരുത്തന്റെ സന്തതിയാ. എന്നാൽ മനുഷ്യനാണ് ഈ ജാതിസ്പർദ്ധയെല്ലാം ഉണ്ടാക്കി വെച്ചത്. ഗുരുദേവൻ പറഞ്ഞത് ജാതി ചോദിക്കരുതെന്നാ. ആ ഭിക്ഷു ആ സഹോദരിയോടും അങ്ങനെ പറഞ്ഞത്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സഹോദരി. അവള് പറഞ്ഞു ഞാൻ ചണ്ടാല സ്ത്രീയാ, എന്നോട് വെള്ളമൊക്കെ ചോദിച്ചതിന് എന്തിനാണ്? ഭൂതലത്തിൽ നിന്നും കുടി ഒറ്റ ഒരുത്തനിൽ നിന്നാ സകലതും. അപ്പോൾ മനുഷ്യനായി സ്പർദ്ധ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു പ്രയോഗമുണ്ടല്ലോ, ബ്രാഹ്മണോകം നരേന്ദ്രോഗമാട്യോഗം എന്നിങ്ങനെങ്ങാമ്രേടിതം കലർന്നീടുന്ന ശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ച് കാറ്റിച്ചു പോകിലും വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലും. അപ്പൊ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര സംസ്കാരമൊന്നും ഞാൻ പറയത്തില്ല. അതാണോ സംസ്കാരം? മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, മനുഷ്യനെ ബഹുമാനിക്കണം. ജാതി നോക്കിയും മതം നോക്കിയും വർണ്ണം നോക്കിയും വർഗം നോക്കിയും കാശ് നോക്കിയും പത്രാസ് നോക്കിയും പ്രൗഢി നോക്കിയും ഒന്നുമല്ല, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. സകല ജാതികളും ഇത് കേൾക്കണം. അപ്പൊ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നെ മോളെ വായിച്ചു. 2:10 ലൂക്കോസ്. അറിവുള്ള വാക്യമാ, വായിച്ചു. ഇപ്പൊ ഈ ദിവസങ്ങളിലാണ് ഞാനിത് മിക്കടുത്ത് ഓർപ്പിക്കുന്നുണ്ട്. 2:10 വായിക്കൂ കുഞ്ഞേ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ദൂതൻ അവരോട് പറയുക, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ദൈവത്തിന്റെ മഹത്വം. 8-ാം വാക്യത്തിൽ വായിക്കുന്നത് ആട്ടിടയന്മാര് അവിടെ വെളിപ്രദേശത്തായിരുന്നു. വായിച്ച മോളെ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാര് രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പം കണ്ണിക്കാനും തർക്കിക്കാനും ഒന്നുമില്ല, എന്നേക്കാൾ പഠിച്ചവരായി ഇവിടെ ഇരിക്കുന്നത്. ഡിസംബർ 25 ഇപ്പൊ ഇവിടെ ക്രിസ്തുമസ്. വേറെ രാജ്യത്ത് ജനുവരി 7. യേശു ഓരോ മാസവും ജനിക്കണമെന്നുള്ളതാ. കേരളത്തിൽ വന്ന് ഇന്ത്യ വന്ന് ഡിസംബർ 25 ജനിക്കണം. റഷ്യയിലൊക്കെ പോയി ജനുവരി. എന്റെ യേശുവേ നിന്റെ ഗതികേട്. ആട്ടെ, സ്തോത്രം. നമുക്കിപ്പോ തർക്കിക്കണ്ട. അപ്പം എന്തായാലും യേശു ജനിച്ചു. പഠിതാക്കളും ഇതിനെപ്പറ്റി നന്നായി പഠിച്ചവര് ഇന്നും ഞങ്ങളുടെ ചർച്ചയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അത് ശരിയായിട്ട് കുറച്ചുകൂടെ പറഞ്ഞു. കർത്താവിന്റെ ദാസൻ ഡിസംബർ മാസം ജനിക്കാൻ സാധ്യതയില്ല. കാരണം ഇടയന്മാര് വെളിയിൽ കിടക്കുക. ഈ തണുപ്പത്ത് ആരാ വെളിയിൽ കിടക്കുന്നേ? ഒന്നുകൂടെ വായിച്ചേ മോളെ. 8-ാം വാക്യം. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയില. ഈ തണുപ്പത്ത് ആരാ ആരും കിടക്കുകയല്ല. അപ്പം മനസ്സിലായി കാണുമല്ലോ. 25 പിന്നെ ഒരു കണക്കിരിക്കട്ടെ. കാരണം എന്തെല്ലാം കാര്യങ്ങളാ ആൾക്കാർക്ക് ഈ ദിവസങ്ങളിൽ സാധിക്കുന്നേ. ഗവൺമെന്റിന് ലാഭം അറിയാമല്ലോ.
എന്ത് മര്യാദരാമന്മാരായിട്ടാ നിൽക്കുന്നേ, ഇല്ലേ? അതെ, വളരെ എന്ത് വിനയമാണെന്നറിയാമോ? അതേസമയം നമ്മളൊരു കല്യാണം നടത്തി അല്പം ദൈവദാസന്മാർ ശുശ്രൂഷ മുൻപോട്ട് പോയാൽ ഇവനെല്ലാം കടന്ന് മുണ്ടും മടക്കി കുത്തി ആരാടാം ഏതവനാടാം നിർത്തി ഉടനെ വീട്ടുകാരോട് പക്ഷേ പെട്ടെന്ന് നിർത്തിക്കും. ഉടനെ ചെറുക്കനോട് പറയണ്ടേ, പെണ്ണിനോട് പറയണ്ടേ. പിന്നെ അവരെല്ലാം നേരത്തെ പറഞ്ഞായിരിക്കുന്നത് കൊണ്ട് അവർ പറയേണ്ടതെല്ലാം പറഞ്ഞു പോകേണ്ടിടത്തെല്ലാം പോയി ചവന്നവരിയ്ക്കുന്നേ. ഒരു ശവമടക്ക് നടത്തുമ്പോഴാണെങ്കിലും അല്പസമയം പോയാൽ ചിലയിടത്ത്, എല്ലായിടത്തും അല്ല, ചിലയിടത്ത് പ്രശ്നമാണ്. ഞങ്ങളുടെ കാവാലത്ത് ഒരു മാന്യ പിതാവ് മരിച്ചു. അടക്കാനായിട്ട് അന്ന് ചാക്കോച്ചനാ വന്നേ, ആലപ്പുഴ ഡിസ്ട്രിക്ട് പാസ്റ്റർ. അദ്ദേഹം അങ്ങോട്ട് വന്ന് എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയാൻ സമ്മതിക്കുന്നില്ല. പ്രശ്നം ഒരുത്തനെ, അവന് സമുദായക്കാരന്, അവന് പിന്നെ അവന്റെ ശിങ്കിടികളുണ്ട്. പ്രശ്നം ഞാനൊന്ന് നോക്കി, ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിനൊരു മുഖാന്തരമില്ലേ? ഒന്ന് നോക്കി ഞാൻ. ഇവനെ പിന്നെയും ബഹളമാ. പുള്ളി വെളിയിൽ നിന്ന് വന്ന ആളല്ലയോ കർത്തദാസൻ, പുള്ളിക്ക് അറിയത്തില്ലല്ലോ. ഇവന്മാരങ്ങ് പ്രശ്നമാ. 2 മിനിറ്റ് പുള്ളി എടുക്കുന്നില്ല തുടങ്ങിയിട്ട്. പ്രശ്നമാ. ഇയാളിതൊന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ബാ നമുക്ക് പോകാം, അവൻ അടക്കിക്കോളൂ എന്ന് പറഞ്ഞു. അടക്കടാന്ന് വന്ന് പറഞ്ഞു. കയറി പിടിച്ച് ആ കോച്ചന്റെ കൈ വരാൻ പറഞ്ഞു. അവൻ അടക്കിക്കോളൂ എന്ന് പറഞ്ഞു. പിടിച്ച് ഞാൻ വെളിയിലോട്ട് വന്നപ്പം ഞാൻ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് പോകരുത്, അവന് ഭ്രാന്താന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത്, ഒരു സമുദായത്തിൽ ഓർത്തഡോക്സ് പള്ളിയോ യാക്കോബ പള്ളിയോ കാത്തലിക്സ് പള്ളിയോ അങ്ങനെയുള്ള പള്ളിയിൽ അച്ഛൻ കുർബാനയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ മുഴുവനും ചൊല്ലിത്തീരുകയും ക്രമീകരിച്ച് ഒറ്റയൊരുത്തം മിണ്ടത്തില്ലല്ലോ. മിണ്ടുവോ? ഇല്ല. ഹൈന്ദവരായ സ്ത്രീകന്മാരുടെ ആ ശവസംസ്കാര വേളയിൽ ആ ഭൗതിക ശരീരം കിടത്തിക്കൊണ്ടവരുടെ കർമ്മങ്ങൾ ചെയ്യും. ആരെങ്കിലും ചെന്ന് തിരുമേനോട് പറയുക, മുഴുവൻ ശ്ലോകവും ചെല്ലണ്ട, പെട്ടെന്ന് ചൊല്ലാൻ. ഏതിലൊരുത്തം പറയുമോ? ഒറ്റയൊരുത്തൻ അനങ്ങുകയല്ല അവിടെ. മുസ്ലിം സമുദായത്തിലുള്ളവരും അവരുടെ കർമ്മങ്ങൾ, അവരുടെ ആചാരങ്ങൾ അനുസരിച്ച് ഇത് ആരെങ്കിലും കയറി ഉടക്കുവോ? എല്ലാവരും പഞ്ചപുച്ഛമടക്കി അതിൽ സഹകരിക്കാം. പിന്നെ ഉണക്കാൻ പറ്റുന്ന സ്ഥലം എവിടാ? വരാൻ പറഞ്ഞു, അവൻ അടക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പ്രശ്നമായി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രശ്നക്കാരല്ല, പ്രശ്നം ഉണ്ടാകാതിരി, ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ അടക്കിക്കൂ. അന്നൊരു ഒരുത്തം വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പറയാവുന്നതെല്ലാം പറഞ്ഞാൽ ചടക്കിയാൽ മതിയെന്ന്. അവനെ ഞാനും ഇച്ചിരി പറയേണ്ടി വന്നു. അതെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ തർക്കമില്ല, ഇത് വെളിയില്ല 25 അല്ല, അതവിടെ നിൽക്കട്ടെ. എന്തായാലും തർക്കിക്കാനല്ല, യേശു ജനിച്ചു. ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, കന്നി മറിയ പെറ്റ പൈതലേ, കന്നി മറിയ പെറ്റ പൈതലേ, എന്നും സ്തുതിപ്പവർക്ക്, എന്നും സ്തുതിപ്പവർക്ക് ഭയമേകും കാതലേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ. ദൈവത്തെ സ്തുതിക്ക്. അപ്പോൾ യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് മീഖ പ്രവചിച്ചല്ലോ. ജനിച്ചു. തർക്കിക്കാനൊന്നുമില്ല, തർക്കിക്കാൻ വിജയിക്കത്തുമില്ല. യേശു ജനിച്ചു. ബേത്ലഹേം വായിച്ചേ മോളെ, മീഖ 5:2. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. പെട്ടെന്ന് വായിക്കും. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിട്ടിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. നീ ഇസ്രായേൽ
സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ചെറുതാ. എന്റെ വിഷയമല്ലെങ്കിലും ഒരു നടത്തിപ്പിൽ അങ്ങ് പോവുക. ദൈവത്തിന്റെ മഹത്വം. മീഖാപ്രവചനത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ നമുക്കറിയാം. സ്തോത്ര ന്യായവിധിയുടെ ദൂതൊക്കെ പറയുന്നുണ്ട്. മീഖാപ്രവചനത്തിലെ പ്രധാനപ്പെട്ട വാക്യമാ 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. 6:8 വായിച്ചോ മോളെ. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു മനുഷ്യ നല്ലതെന്തെന്ന് ദൈവം തമ്പുരാൻ കാണിച്ചു തന്നിരിക്കുക. എന്തുവാ? ന്യായം പ്രവർത്തിപ്പാനും. ഒന്ന് ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിട്ടിരിക്കണം. പിന്നെ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്മയോടെ നടപ്പാനും. ഇത്രേ ഉള്ളു ദൈവം ഇഷ്ടപ്പെടുന്നത്. ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, ദൈവസന്നിധിയിൽ താഴണം. ന്യായം, അന്യായത്തിന് കൂട്ടു നിൽക്കരുത്. ചേട്ടന്റെ അനിയന്റെ വസ്തു ഒന്നും അടിച്ചു മാറ്റരുതെന്നായി പറഞ്ഞത്. ചേട്ടനോ അനിയനോ പെങ്ങളോ ഒക്കെ അമേരിക്കയിലോ ഗൾഫിലോ അവരവിടെ പോയി ഇനി മേരികയല്ല. എന്നാ പിന്നെ എങ്ങനെയും കള്ളയാധാരം ഉണ്ടാക്കി അപ്പച്ചൻ ചാകാനായിട്ട് ഇങ്ങനെ വിരല് പിടിച്ച് അമ്മക്ക് ഉപ്പും മേടിച്ചു. നീ ശരിയാകുകയല്ല. അങ്ങനെയുള്ള വിദ്വാന്മാരെ എനിക്കറിയാമെന്ന്. ഞാൻ പേര് പറയണോ ജോസ് മാസ്റ്ററെ? വേണ്ട, ആട്ടെ. ഉണ്ടെന്ന്, വലിയ വിദ്വാന്മാരുണ്ടെന്ന്. എടാ, ചേട്ടനുള്ളതാന്നേലും അനിയനുള്ളതാന്നേലും പെങ്ങൾക്കുള്ളതാന്നേലും കൊടുക്കേണ്ടത് കൃത്യം കൊടുക്കണം. അടിച്ചു മാറ്റിയാൽ നിനക്ക് നിന്റെ സന്തതിക്കും ഗുണം വരികയല്ല. കൈ വെടിപ്പായിരിക്കണം. കൈ മലർത്തുമ്പോ ഇതിനകത്ത് ആകൃതി ഒന്നും കാണരുത്. പർവ്വതത്തിൽ ആര് കഴിവെന്ന് ചോദിച്ച ആൻസർ പറഞ്ഞു, വെടിപ്പുള്ള കയ്യെ. ഏണി വച്ചൊന്നും കയറുന്ന നിലവല്ലത്. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയെ പോലെ. ഞാൻ ഇച്ചിരി സമയം കൂടെ എടുത്തോട്ടെ. ആട്ടെ. പോലീസ് വരിക എന്നെ പറ, അയാളെ പിടിച്ചോണ്ട് പൊക്കോളാൻ പറ. നിങ്ങളങ്ങ് പൊക്കോ. അത്രേ ഉള്ളൂ. ഞങ്ങളെ കോവിഡിന്റെ സമയത്ത് യോഗം നടത്തി. അപ്പം ഭയങ്കര പ്രശ്നമുള്ള സമയമാണ്. നിങ്ങൾ ഇനി അത് പറഞ്ഞ് തർക്കം ഉണ്ടാക്കണ്ട, ഇങ്ങോട്ട് നോക്കി. ഇനി അത് പറഞ്ഞ് വേണ്ട. രണ്ടുപേരെ ഞാൻ മാറ്റിയിരുത്തും. അപ്പം വലിയ പ്രശ്നമായപ്പം ന്യൂസ് വന്ന് നാളെ ആരും കൂടരുത്. അപ്പോൾ ഒരുത്തൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്ന് പോലീസ് വരുമെന്ന് പറഞ്ഞു. പോലീസ് ഇവിടെ വരും. ഞാൻ പറഞ്ഞടാ, പോലീസ് വരുമ്പം ഞാൻ വാതൊക്കെ എന്ന് പറയണം, എൻ്റെ പൊന്ന് സാറേ, അയാൾ ഒറ്റ ഒരുത്തനാന്ന് എന്നെ ചൂണ്ടിക്കാണിക്കണം. നീ എന്നിട്ട് ഒറ്റ ഓട്ടോ ഓടിക്കണം നിന്റെ മെമ്പളെയും വിളിച്ചോണ്ട്. അയാളാന്ന് പറഞ്ഞേക്കണം എന്നെ. ഇവിടെ പോലീസൊന്നും വന്നില്ല. ന്യായമായ ചില കാര്യം പറയട്ടെ. ന്യായമാണെന്ന് അംഗീകരിച്ചാൽ മതി. ന്യായം പ്രവർത്തിക്കണമെന്നാണല്ലോ. ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ റോഡ് ബ്ലോക്ക് ആക്കിയാണല്ലോ പരിപാടി നടക്കുന്നേ. ഇപ്പോഴും ഞാൻ തിരിച്ചു വിട്ടില്ലേ? പോലീസില്ലേ അവിടെങ്ങും? അല്ല, പോലീസ് നിന്നാണല്ലോ കാണിക്കുന്നു പോകാൻ. റോഡിന്റെ നടുക്ക് മേശയും ഡെസ്കും ഇട്ട്, മനസ്സിലായല്ലോ? ആർക്കും പ്രശ്നമില്ല. പിന്നെ സമയം, ഞാൻ വിയപുരത്തൊരു യോഗം കഴിഞ്ഞാഴ്ച തിരിച്ചു വരുമ്പോൾ പൊടിയാടിക്ക് രാത്രി 11:15 ഭയങ്കര ബഹളവും ആളും, റോഡ് വല്ല ഭയങ്കര ബ്ലോക്കായി. നോക്കിയപ്പം ഭയങ്കര പരിപാടി നടക്കുക. ഒരു പ്രശ്നവുമില്ല. 11:15 നമ്മൾ 9 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ യോഗം നടത്തുന്നത് ഗുണം വരാനൊന്നും അല്ലല്ലോ. മിക്കവരുവേ എല്ലാവരും നടത്തി. ജോസെ, എനിക്കൊന്ന് സിനിമാ പാട്ടാന്ന് തോന്നി. ഞങ്ങളുടെ അമ്മ പാടി കേട്ടിട്ടുള്ളതാ. ക്രിസ്തീയ പാട്ട് പാടിയിട്ട് ആരും പാടുന്നില്ലല്ലോ. ഒരു സിനിമാ പാട്ട് ഓടിരിക്കട്ടെ. സിനിമാ പാട്ടാണോ നാടകത്തിലാണോ? ഒരു വരിയുണ്ട്, എല്ലാരും പാടത്ത് ഏനന്റെ പാടത്ത്. മനസ്സിലായി കാണും. എല്ലാരും ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചേ. ഒരു പ്രാവശ്യമേ ചെയ്തോളെങ്കിലും, ഒറ്റ പ്രാവശ്യമേ ചെയ്യാനൊത്തുള്ളെങ്കിലും അത് പ്രയോജനത്തിൽ വരണം. മനസ്സിലായോ? അത് വിഷയം വിട്ടേക്കാൻ വെറുതെ പോയാ പിന്നെ അങ്ങോട്ടങ്ങ് പോകും. ഇപ്പൊ തന്നെ ചെല്ലു പറയാം, അയാള് പയ്യ കളം മാറ്റുക, പോതക്കേട് പറയാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. ചിലര് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ബന്ധിക്കണേ. ഉണ്ട്, എനിക്കറിയാം. പിന്നെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ദൈവത്തിന് മകത്ത്
ഒരു കാര്യം പറയാം, അല്ലെ? ന്യായം എല്ലാവർക്കുമല്ലേ? എല്ലാവരും ഇതിനകത്ത് ഭാഗവക്കാകണ്ടേ? അപ്പൊ ദൈവം ഉദ്ദേശിക്കുന്നത് ഒന്ന് ന്യായം പ്രവർത്തിക്കണം, ന്യായമായിരിക്കണം. അതിന് മാന്തരുത്. സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. അപ്പുറത്തുകാരന്റെ ഒരു ചുവട് സ്ഥലം പോലും നീ എടുക്കരുത്. സ്തോത്രം. അനീതിക്ക് കൂട്ടുനിൽക്കരുത്. തെറ്റാണെന്ന് പറയണം. അതിന് കുമ്മായ ഒടിക്കരുത്. ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാ. ദൈവത്തിന് മഹത്വം. ദയാതൽപരനായിരിക്കണം. ദയൊക്കെ വേണ്ടേ? അയ്യോ, അവിടുന്ന് ദയുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. അങ്ങനെ എന്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തുമെന്ന്. വിലാപങ്ങൾ വായിക്കുന്ന വാക്യം നമുക്കറിയാം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാ. ഉന്നതന്മാരും മിടുക്കന്മാരും സേട്ടന്മാരും കടന്നു പോയപ്പോൾ ഇന്ന് രാത്രിയും ആയുസോടിരിക്കാനും കൂടുവാനും ഇടയായത് ദൈവത്തിന്റെ ദയയാ. കാത്ത് കൃപകീൻ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്ത് കൃപകീൻ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കലങ്ങിയുള്ള നീറും നേരം, കലങ്ങിയുള്ള നീറും നേരം അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി മമനാല നിൻ പ്രേമത്താലേ. മമനാല നിൻ പ്രേമത്താലേ നിലയുന്നേയൻ ഉള്ള നിന്നേരം, നിലയുന്നേയൻ ഉള്ള നിന്നേരം. മമനാല നിൻ പ്രേമത്താലേ. മമനാല നിൻ പ്രേമത്താലേ നിലയുന്നേയൻ ഉള്ള നിന്നേരം, നിലയുന്നേയൻ ഉള്ള നിന്നേരം. ദൈവത്തെ സ്തുതിക്കേ. അപ്പൊ ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണമെന്ന് മനസ്സിലിവൻ ദയൊക്കെ വേണം കേട്ടോ. ഒരു ഭിക്ഷക്കാരൻ വരുമ്പോ പട്ടിയെ തുറന്നു വിട്ടേച്ച് ഗേറ്റിൽ എഴുതി വെക്കുക, പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഒരുത്തനോട് പറഞ്ഞു 2 പട്ടിയുണ്ടെന്ന് പറഞ്ഞു. ഒരാളെ പറ്റി പറഞ്ഞതാ, 2 എണ്ണം ഉണ്ടെന്ന്. മനസ്സിലായി കാണും. ഒന്ന് കടിക്കുന്നതും എടാ ഭിക്ഷക്കാരനാ വരുന്നെങ്കിൽ 10 രൂപ കൊടുക്കണ്ടേ? കൊടുക്കണം. രാവിലെയാ വരുന്നെങ്കിൽ എന്തുവാ ജോസേ, എന്തുവാ, എന്നാ പറ്റി, തെറ്റിച്ചോ ഞാൻ? പിന്നെ പോണമെന്ന് പറയാമോ മോണിറ്റർ? എനിക്ക് അനുകൂലമല്ലേ? അതങ്ങനെ വേണം. പിന്നെ എനിക്ക് അനുകൂലമാ, എന്നാ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കരുണ വേണ്ടേ, കരുണ വേണ്ടേ, ദയ വേണ്ടേ? അവിടുന്ന് ദയുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നേ. ഇളച്ചു കൊടുത്തപ്പം മറ്റവനിഞ്ഞോട്ട് അവന്റെ കൊങ്ങായി കയറി പിടിച്ചു. ഇളച്ചിനോട് കൊടുത്തു വിട്ടതേ ഉള്ളൂ. വായിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ ദയ നമുക്കും അങ്ങനെ ഉണ്ടായിരിക്കണം. ദയാതൽപരരായിരിക്കണം. രാവിലെ ഒരാൾ വന്നാൽ കട്ടൻ കൊടുക്കണം. ഉണ്ടെങ്കിൽ എടുക്കട്ടെ, ഇടണോ? കുടിച്ചാച്ചായിരിക്കും വന്നേക്കുന്നത്, അല്ലയോ? ഇതൊക്കെയാണ് അതിന്റെ മര്യാദ. ഉച്ചസമയത്താ വരുന്നെങ്കിൽ ഉള്ളതിന്റെ വിഹിതം കൊടുക്കണം. കഴിച്ചില്ലെങ്കിലും കൊടുക്കണം. കൊടുക്കണം. ഞാന് നല്ല പ്രാഗൽഭ്യം ഉള്ളത് കൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. അല്ല, ആളിനെ കാണുമ്പോൾ എടുത്തോണ്ട് അകത്തോട്ട് ഓടി പാത്തിരിക്കുകയല്ല. 2 പേരും എടുത്തു. വരാൻ പറയണം. 2 കഷണം കപ്പേ ഉള്ളൂ, 1 കൊടുക്കണം. എന്നുവെച്ച് വേണം മറുഭാഷ പറയാൻ. നിങ്ങൾ സ്തോത്രം ഒന്നും പറയാലെന്ന് എനിക്കറിയാം. വേണ്ട, എന്നെ കനപ്പിക്കുമൊന്നും വേണ്ട. ദയാതൽപരനായിരിക്കണം. ദൈവസന്നിധിക്ക് താഴണം. അഹങ്കാരം ഒന്നും പാടില്ല. അഹങ്കാരമൊക്കെ കണ്ടതല്ലേ കോവിഡിന്റെ സമയത്തും വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും. വെള്ളപ്പൊക്കം, അയ്യോ, ഞാൻ എപ്പോഴും പറയുന്നതാ. ഒരു സ്ഥലത്ത് ചെന്നപ്പം യോഗം കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, പക്ഷേ അവര് നമ്മുടെ സഭയിലാണോ? പിന്നെ നമ്മുടെ സഭയില്ല. നിർത്തുന്നതിന് മുന്നേ ഞാൻ ആ ഭാഷ പറയുന്ന പിണങ്ങരുത്, അവര് പറഞ്ഞതാ.
അവര് പറഞ്ഞത് പറയുക. എനിക്കത് പറയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. അവര് പറഞ്ഞത് അതുപോലെ പറയാം, എന്നല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ നിങ്ങളുടെ സഭയിൽ ഓ മരക്കാന്മാരാണ് എന്നോട് പറഞ്ഞതാ. അല്ല, നാളുകൾ കഴിഞ്ഞപ്പോഴേ വെള്ളം പൊങ്ങി, മിറ്റത്തും കയറി, ഗേറ്റും തുറക്കാൻ മേല, മതിലും ചരിഞ്ഞു, തിണ്ണയിലും കയറി, സിറ്റൗട്ടും കാർപോർച്ചും അകത്ത മുറിയിലും കയറി, രണ്ടു നേരം മണ്ട കയറി ഈ പന്നം പിടിച്ച തള്ള വെള്ളം കുടിച്ച് തൊലയാതിരിക്കാൻ ഇവരാരെ ആക്ഷേപിച്ചോ ആ മാന്യ സഹോദരന്മാര് വള്ളവുമായിട്ട് വന്ന ഈ പൊണ്ണി തള്ളേനെ എടുത്ത് ഇനി ഇത് കുറച്ച് പിന്നെയും പറയണോ അതോ ഇത്രയും പോരെ? വേണേ പറയാം. അല്ല, പ്രസ്ബിറ്ററോട് ചോദിച്ചാകാമല്ലോ എന്ന് ഓർത്താ. അഹങ്കരിക്കരുത് നീ, ദൈവം പിടിക്കും. ഒത്തിരി കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്, അതാ ഞാനങ്ങ്. അല്ല, ഇത് പറയാൻ തന്നെ എന്തിനാ പറയുന്നേ? ഒരു സുവിശേഷ വേലക്കാരി ഉള്ള കാര്യ, കാരണം കൊമ്പുണ്ട്. സുവിശേഷ വേല കാരി. അവര് ബെയ്ത്തോമില്ല, അവള് താമസിക്കുന്നതിന്റെ തൊട്ട് താഴെ അവര് CSI പശ്ചാത്തലത്തിലുള്ള ഒരു മാന്യ കുടുംബം, ഉദ്യോഗസ്ഥരാ, പക്ഷെ ദൈവത്തെ ഭയമുള്ളവരാ, നല്ല പൊസിഷനിൽ. അവരുടെ മകൻ ഒരു പുരോഹിതനുമാണ്. അപ്പം ആ കൊച്ചമ്മ ഇടയ്ക്ക് ഈ കോളിലൊക്കെ യോഗത്തിന് വരും. നേരത്തെ ഇരുന്ന പാസ്റ്ററും കുടുംബവും അങ്ങ് പോയി, നല്ല അടുപ്പമായിരുന്നു. രണ്ടാമത് വന്ന കുടുംബം, അവൾ ഇച്ചിരി കേമിയ, ഇച്ചിരി ജാതിസ്പർദ്ധയുള്ളവളാ. അങ്ങനെ ചില അവളുമാരുണ്ടല്ലോ, ഉണ്ടെന്ന് പേര് പറയണേ, പേര് പറയാം. അപ്പോൾ ഒരിക്കൽ പിള്ളേരുമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോ താഴത്തെ CSI കാരി, ആ മാന്യ മാതാവ് റിട്ടയർഡായി. അവര് പറഞ്ഞു, അയ്യോ കുഞ്ഞുങ്ങളുമായിട്ട് ചക്കപ്പഴം തരാന്ന് പറഞ്ഞു. ചക്കയുടെ സമയമാണ് ആദ്യമായിട്ടും. ഉടനെ അവള് പറഞ്ഞു, പിള്ളേർ ചക്ക കഴിക്കുകയല്ല. ചക്ക കഴിക്കാതെയല്ല, ആ വീട്ടിൽ നിന്ന് ഇവര് കൂടിയതല്ലേ മറ്റവര്. മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ പിന്നെ പൊട്ടമാടത്ത് ഇരിക്കും പോലെ ഇരിക്കുന്നേ. എവള് കൂടിയതാ, അവര് കുറഞ്ഞതല്ലേ. അതുകൊണ്ട് അത് കഴിഞ്ഞ് മുകളിലൊരു വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞു, സ്തോത്രം, പിന്നെ ചക്ക കഴിക്കാൻ വിളിക്കും, ഞങ്ങൾ ചക്കച്ചുള്ള, ഞങ്ങളൊന്നും ഇങ്ങനെയുള്ളവരുടെ വീട്ടിൽ കയറി വേലയാ. അവളിപ്പോഴും ഉണ്ട്. ഇവളൊക്കെ ശുശ്രൂഷിക്കുന്ന ഏരിയയിൽ വെള്ളിടി വിട്ടു. വെള്ളിടി ശരിയല്ല. എല്ലാവരും ഇത്തരക്കാരല്ല. അല്ല, മര്യാദക്ക് ജീവിക്കുന്നവർക്കും കൂടെ ഈ കോടാലി എല്ലാം എന്ത് ദോഷമാണെന്നറിയാവോ? എത്ര മാന്യ കർത്തൃദാസിമാര്, എത്രയോ അന്തസ്സുള്ള, മാന്യരായ, സമർപ്പണമുള്ള, വിനയമുള്ള, വിധേയത്വമുള്ള എത്രയോ ബഹുമാന്യ സ്ത്രീകളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എല്ലാരും മോശക്കാരുമല്ല, ഉണ്ട് ഇതിനിടയിൽ. ഇങ്ങനെ അഹങ്കാരം പാടില്ല. അല്ല, ഞങ്ങൾ അങ്ങനൊന്നും കഴിക്കത്തില്ല. എന്നിട്ട് വെള്ളം പൊങ്ങിയപ്പം ഞാൻ കണ്ടതല്ലയോ ബണ്ണി തട്ടിപ്പറിക്കുന്ന. അവൾ ഈ ചിക്കൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മോളെ പറ്റി ചിക്കൻ. അച്ചായനോ, അയ്യോ ഡാഡി മട്ടന് കുട്ടൻ തിന്നവനാ. അവനിപ്പോ മട്ടന്. മോനെ അവന് ഈ ബീഫ് ഒത്തിരി ട്രൈ ആകാതെ ഒലത്തി കൊടുക്ക്. വെള്ളം പൊങ്ങിയപ്പോഴോ മട്ടനും വേണ്ട, ചിക്കനും വേണ്ട, ഒലത്തും വേണ്ട, ബണ്ണും പഴവും. കണ്ടതല്ലേ ഇതൊക്കെ? കണ്ടതല്ലേ? അയ്യോ, ഞാൻ നല്ല ഡ്രസ് ഇടാതെ എങ്ങും, എനിക്ക് എവിടെയും പോണേ പുതിയ ചുരിദാറല്ലേ, സാരി, ഷർട്ട്. ഞാൻ വാൻ ഹുസൈന്
വെള്ളം പൊങ്ങിയപ്പോ ഒരു തന്തയും തള്ളയും കൂടെ ഹെലികോപ്റ്ററും കണ്ട് വന്ന് കയറ്റി. അയാൾക്ക് അടിപത്രം പോലും ഇല്ലെന്നാ തള്ള വിളിച്ച് പറഞ്ഞത്. ഞാനും കേട്ടതാ ഫോണിൽ കൂടെ. കേട്ടില്ലേ അതൊന്നും? എന്റെ എടാ ചായനെ എന്നെയും കൂടെ കേട്ടില്ലേ നിങ്ങളാരും? ഞാൻ കേട്ടതാ. തിരുവനന്തപുരത്ത് അങ്ങാണ്ട് കൊണ്ട് ഇറക്കിയെന്ന്. കുറ്റം പറഞ്ഞതല്ല, ചിരിച്ചു വിടുകയല്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ചിന്തിക്കണ്ടേ? ഞാൻ എല്ലാ മെത്തയിലും കിടക്കല്ലേ. എനിക്ക് പ്രത്യേക മെത്തയാ. എല്ലായിടത്തും തോന്നുന്നു ഞാൻ അങ്ങനെ വെള്ളം പൊങ്ങിയമ്പാണ്ട് ക്യാമ്പിൽ പോയി ബെഞ്ചാ കിടക്കുന്നത്. നിനക്കിപ്പോ മെത്ത വേണ്ടേടാ. അഹങ്കരിക്കരുത്, ഒരെണ്ണം അഹങ്കരിക്കരുത്. ദൈവസന്നിധി താഴണം. ും ധനാഢ്യർ സാധുക്കളായോരും ദമ്പോട് വാണിടും. ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും അന്ത്യ ഒരുപോലെ ലോക. എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീയതു മറക്കാതെ. എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം. എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീയതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ. ജ്ഞാനത്തിലും ധനവാൻ തന്നെ ധനത്തിലും ബലവാൻ ധനത്തിലും പ്രശംസിക്കരുത്. വല്ലതും പുകിടാനുണ്ട് പ്രിയരെ, കാൽവരി ക്രൂശില. എന്തെങ്കിലും രണ്ട് കാര്യം പറഞ്ഞത് യേശുവിന്റെ ക്രൂശില. അവൻ ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിട്ടിരിക്കണം, പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തണം. ഇതാ ദൈവം ഇഷ്ടപ്പെടുന്നത്. ആട്ടെ, ഞാൻ ഓടിച്ചങ്ങ് പോയേക്കാം. ദൈവത്തിന്റെ മഹത്വം, മീകാ പ്രവചനം, ദൈവത്തിന്റെ മഹത്വം. ഇതിനകത്തെ പ്രധാന വാക്യമാ നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളഞ്ഞെന്ന്. അതാ അവിടുത്തെ ക്ഷമ, പാപം പരിഹരിക്കുന്ന വിധം. ഇതുപോലൊരു ദൈവം വേറെ ആരുണ്ട്? മീക എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തോട് സമനായിട്ട് ആരുണ്ടെന്നാ. ദൈവത്തോട് സമനായിട്ട് ആരുമില്ല. അവിടത്തേക്ക് തുല്യം പറയാൻ ആരേലും ഉണ്ടോ? ആരുമില്ല. എങ്ങനെയാ തുല്യം പറയാൻ? ഇതുപോലെ പാപം ക്ഷമിക്കുന്ന വേറെ ആരിലും ഉണ്ടോ? വേറെ ആരുമില്ല. സകല പാപവും. ഇതുപോലെ ദീർഘക്ഷമയുള്ള വേറെ ആരിലും ഉണ്ടോ? ഇല്ല. അതിന്റെ തെളിവല്ലേ നമ്മൾ ഇന്നും രാത്രി വന്ന് കുത്തിയിരിക്കുന്നേ. അതിന് വ്യാഖ്യാനിക്കുമെന്നും വേണ്ട, നമ്മളെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. യോ ദീർഘക്ഷമയുണ്ടേ. അതെ, സ്തോത്രം. ഇതുപോലെ വേറൊരു ദൈവം ഇല്ല. ദൈവത്തിന്റെ മഹത്വം. ആ പ്രവചന പുസ്തകത്തിലെ 5:2 യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ടാ പറയുന്നു. ഒന്നുകൂടെ വായിച്ചോ മോളെ. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു. നീ ചെറുതാ. അങ്ങനെ അടിച്ചേക്കന്നെ. യഹൂദാ സഹസ്രങ്ങളിൽ നീ ചെറുതാ. പക്ഷേ യേശു ക്രിസ്തു അവിടെ ആയിരിക്കും ജനിക്കുന്നത്. നിങ്ങൾ വേദപുസ്തകം പഠിച്ചേ. ജനിച്ചു കഴിഞ്ഞപ്പം ചെറുതെന്നല്ല പറഞ്ഞ, വലുതെന്ന. വായിച്ചേ മോളെ, മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 4 മുതൽ അങ്ങോട്ട് വായിച്ചാൽ മതി. ഇൻവെർട്ടർ കോമായിക്കകത്തിട്ടിരിക്കുന്ന എൻ്റെ തൊട്ട് മേളിലത്തെ വാക്യം മുതൽ വായിര്. ശാസ്ത്രിമാരെയും മഹാപുരോഹിതനെയും വിളിച്ചല്ലോ ഹെരോദാവ്. 2:1 മുതൽ വായിച്ചോ, ഇനി തപ്പണ്ട. യഹൂദ രാജാവിന്റെ കാലത്ത് ആട്ടെ, മോള് വായിക്കേ. യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. കിഴക്ക് നിന്ന് വിദ്വാൻമാരെല്ലാം കിഴക്കാന്നല്ലോ. പലസ്തീന്റെ
അവിടെ നിന്ന് ചിന്തിച്ചാൽ കിഴക്ക് എവിടെ ആയിട്ട് വരും? അല്ല, രാജ്യങ്ങൾ നോക്കുമ്പോഴേ ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ കിഴക്ക് ഭാഗമാണ്. കുറച്ച് അതിനല്ലേ പറഞ്ഞ ഒത്തിരി കിഴക്കോട്ട്. ഏതാണ്ട് ഈ നമ്മുടെ ഇന്ത്യ രാജ്യം കിഴക്ക. വിദ്വാൻമാരല്ല, ഇതിപ്പോ കാണുമ്പോ അറിയാമല്ലോ വിദ്വാൻമാരെ. മോള് വായിച്ചോ, മോള് വായിക്കേ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവിടെ ചെന്ന് ചോദിക്കുക, യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ വായിര്. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ച് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി അവതങ്ങളെ കൊണ്ടുവന്നു. മഹാപുരോഹിതൻ കാര്യങ്ങളൊക്കെ അറിയാം. ഓരോ ആണ്ടിൽ പുരോഹിതനുണ്ടല്ലോ. ശാസ്ത്രിമാര് ഇത് മുഴുവൻ അറിയാം. അരച്ചു കലക്കി കുടിച്ചു വെച്ച ശാസ്ത്രി കരുതലൊക്കെ അതിന്റെ ഓരോ വർഷം 20 വർഷവും കണ്ടു കഴിയുമ്പോഴാണ് പട്ടം കൊടുക്കുന്നല്ലേ. തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ഡോക്ടറേറ്റ് കിട്ടും പോലെ. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ വെച്ചിരിക്കുക പുസ്തകക്രമം പോലും ചിലതിനറിയാൻ മേല. അത് വേറൊരു വിഷയം പോട്ടെ. ഇവര് നന്നായിട്ട് അറിയാം ശാസ്ത്രിമാര്. അവരെ വിളിച്ചു, മഹാപുരോഹിതന്മാരെ ശാസ്ത്രിമാരെ വിളിച്ചു. അടുത്തത് ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. പുള്ളിക്ക് ഇതിനെ പറ്റി വെളിവില്ല. വെളിവുള്ളവനാണ് ചോദിക്കുന്നത് എവിടാ ജനിക്കുന്നത്. അടുത്തത് അവർ അവനോട് ഉടനെ മഹാപുരോഹിതന്മാര് ശാസ്ത്രിമാരും രാജാവിനോട് പറയുകയാ, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. അടുത്തത് യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല. മീക പറഞ്ഞിരിക്കുന്നത് ചെറുതാന്നാ. പക്ഷേ ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുജനനം കൊണ്ട് ഈ ചെറുപ്പം മാറി വലുപ്പത്തിലേക്ക് വരിക. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ നീ ചെറുതായിരിക്കും, സഹോദരങ്ങളിൽ നീ ചെറുതായിരിക്കും, ദേശത്ത് നീ ചെറുതായിരിക്കും, ചാർച്ചക്കാട് നടുവിൽ നീ ചെറുതാ. പക്ഷേ യേശു നിന്റെ ഹൃദയത്തിൽ ജനിച്ചാൽ, യേശു നിന്റെ ഉള്ളത്തിൽ ജനിച്ചാൽ, നിന്റെ അരാജകത്വവും പരാജയവും തകർച്ചകളും മാറ്റി നിന്നെ ഉയർത്തുമെന്നായി പറഞ്ഞത്. അതാ യേശുവിന്റെ തിരുപ്പിറവിയുടെ വിശേഷത. മിക വായിച്ചത് ചെറുതാണ്. പക്ഷേ രക്ഷകന്റെ ജനനത്തോട് പറയാം, ആ ചെറുപ്പമെല്ലാം മാറ്റി. ഒട്ടും ചെറുതല്ല. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവിന്റെ തിരുപ്പിറവി, തിരുജനനം എത്ര ശ്രേഷ്ഠമാ. ദൈവത്തിന് കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ ജഗൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ ജഗൻ ഇവൻ താനേ. യൂതന്മാരനുദിനങ്ങാന്മാർ കാത്തു നിന്ന ദൈവത്തിനിശികായും ഇവൻ താനേ. യൂതന്മാരനുദിനങ്ങാന്മാർ കാത്തിരുന്ന ദൈവത്തിനിശികായും ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ ജഗൻ ഇവൻ താനേ. നിക്കുബിൻ ഇവനെ എന്നലറി ശത്രുഗണ ക്രൂശിപ്പാൻ കൊടുത്തോന്നു ഇവൻ താനേ. നിക്കുബിൻ ഇവനെ എന്നലറി ശത്രുഗണ ക്രൂശിപ്പാൻ കൊടുത്തോന്നു ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ ജഗൻ ഇവൻ താനേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി
അവിടുന്ന് ജനിച്ചത് ബേത്ലഹേമില, യഹൂദയിലെ ബേത്ലഹേം. അങ്ങനല്ലേ മോളെ? വായിച്ചേ മോളെ യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദയിലെ അതിനെ യഹൂദയിലെ ബേത്ലഹേം എന്ന് പറഞ്ഞേക്കുന്നേ. യഹൂദയിലെ ബേത്ലഹേം രണ്ടുണ്ട്. സെബുലൂൻ മക്കൾക്ക് അവകാശമായി കൊടുത്ത സ്ഥലത്തൊരു ബേത്ലഹേം ഉണ്ട്. അതിനാ എടുത്തു പറഞ്ഞത്. യോശുവയുടെ പുസ്തകം എടുക്കുമോളെ, 19 എടുത്തേ. 19ന്റെ 10 എടുക്ക്. പെട്ടെന്ന് സമയം പോകുന്നു. സെബുലൂൻ മക്കൾക്ക് കുടുംബമായി മൂന്നാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ സാരീദ് വരെ ആയിരുന്നു. അപ്പൊ ഇത് സെബുലൂൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ നറുക്ക. എന്നിട്ട് പറഞ്ഞു വന്നിട്ട് ഇനി എല്ലാം വായിക്കാൻ നേരമില്ല, തന്നെയല്ല പേരൊക്കെ തെറ്റുകയും ചെയ്യും. അതുകൊണ്ട് മോള് ചിലപ്പോൾ പറയും ഇയാൾക്ക് വേറെ വാക്യം ഒന്നും വായിപ്പിക്കാനില്ലായിരുന്നു എന്ന്. അത് ഉറക്കെ പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിലെങ്കിലും പറയും. അതുകൊണ്ട് മോളെയും കൂടെ ഞാൻ പരിഗണിച്ച് 14ാം വാക്യം മുതൽ വായിരും. പിന്നെ അതിർ ഹനാദോന്റെ വടക്ക് വശത്ത് തിരിഞ്ഞ് ഇഫ്താഹ് ഏൽതാഴ്വരയിൽ അവസാനിക്കുന്നു. അടുത്തത് കത്താത്ത്, നഹലാൽ, ഷിംറോൻ, ഇദല, ബേത്ലഹേം മുതൽ. അപ്പം സെബുലൂൻ മക്കൾക്ക് അവകാശമായി കിട്ടിയ സ്ഥലത്ത് ഒരു ബേത്ലഹേം ഉണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് യഹൂദയിലെ ബേത്ലഹേം. സ്തോത്രം. എനിക്ക് ഇതെല്ലാം അടുക്കടുക്കായിട്ട് പ്രസംഗിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വേണം. പിന്നെ പഴയ പാസ്റ്റർമാർ പറയുന്ന പോലെ 10 പറ നെല്ലുണങ്ങുന്ന ബായി 2 പറയും ഉണങ്ങാം, ബാക്കി തീർത്തങ്ങ് വെക്കുക. മൊത്തം നിവർത്തുന്നില്ല. അല്ല, ഇരിപ്പ് കണ്ടിട്ട് നിവർത്താനും തോന്നുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ സെബുലൂൻ മക്കൾക്ക് അവകാശമായി കൊടുത്ത സ്ഥലത്ത് ഒരു ബേത്ലഹേം ഉണ്ട്. തെറ്റരുത്. അതിനാ പറഞ്ഞത് യഹൂദയിലെ ബേത്ലഹേം. ദൈവത്തിന് മഹത്വം. അപ്പൊ യഹൂദയിലെ ഈ ബേത്ലഹേമിൽ എഫ്രാത്ത് അങ്ങനെ ചേർത്ത, അങ്ങനല്ലേ മോളെ? എങ്ങനെ ബേത്ലഹേം എഫ്രാത്ത്. അതിനെ എഫ്രാത്ത് വിശദീകരിക്കുന്നില്ല. എഫ്രാത്ത് ഒരു സഹോദരിയായിരുന്നു. അവളങ്ങ് മരിച്ചുപോയി. അവക്ക് മുമ്പ് ഈ അസൂബ എന്ന് പറയുന്ന സഹോദരിയെ വിവാഹം കഴിച്ചത് കാലേബ്. വായിച്ചു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം എടുക്കാം. ഏതായാലും സമയം പോയി. പണ്ടൊരു തള്ള പറഞ്ഞ പോലെ ഏതായാലും മാമി നരകത്തിലാന്നാ കുറിച്ചിയും കൂടെ ചൂടാം. എന്നാ പിന്നെ ഏതായാലും സമയം പോയി. ഏതായാലും ചിലപ്പം പോലീസും വരും, എന്നെയും പിടിക്കും. എന്നാ പിന്നെ ഇത് പറഞ്ഞു വെച്ച് പിടിച്ചോണ്ട് പോട്ടെ. 2-ാം അധ്യായത്തിന്റെ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 2ന്റെ 19 മുതൽ വായിച്ചേ മോളെ. അസൂബ 13 മുതൽ വായിച്ചു. 18 മുതൽ 2ന്റെ 18. ഹെസ്രോന്റെ മകൻ കാലേബ് തന്റെ ഭാര്യയായ അസൂബയിലും എരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു. അടുത്തത് എരിയോത്തിലും സന്തതിയെ ജനിപ്പിച്ചു. അടുത്തത് അവളുടെ പുത്രന്മാർ ഏശർ, ശോബാബ്, അർദോൻ. അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ചു. ആര് മരിച്ചു? അപ്പൊ കാലേബിന്റെ ആദ്യത്തെ ഭാര്യ അസൂബ അങ്ങ് മരിച്ചു. അസൂബ മരിച്ചു കഴിഞ്ഞപ്പോൾ എഫ്രാത്തിനെ വിവാഹം കഴിച്ചു. വായിരുമോളെ. അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു. അതാ ഹൂര് കൈത്താങ്ങിയല്ലോ. അവൾ അവനെ ഹൂരിനെ പ്രസവിച്ച ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു. ആയിക്കോട്ടെ. അടുത്തത് ഹൂർ ഊരിയെ ജനിപ്പിച്ചു. ഊരി ബെസലേലിനെ ജനിപ്പിച്ചു. അറിയാവല്ലോ പേരുകളൊക്കെ. ഇനി വേറെ വാക്യം എടുക്കണം, നേരം ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങ് വിടുക, എല്ലാം വിടുക. ഈ എഫ്രാത്ത് അസൂബയുടെ പിള്ളാരെ നന്നായിട്ട് ശുശ്രൂഷിച്ചെന്ന. എവള് പെറ്റതല്ല, അവള് പ്രസവിക്കാത്ത കുഞ്ഞുങ്ങളെയും കൂടെ എന്ന് പറഞ്ഞാൽ വേറുകൃത്യം കാണിച്ചില്ല. വേറുകൃത്യം കാണിക്കുന്നുണ്ട്. നമ്മുടെ മോക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക, അപ്പുറത്തെ കൊച്ചിന് പാലും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയുള്ളവരുണ്ട്. മിണ്ടുന്നില്ല. നമ്മുടേതിന് പാലും വെള്ളം കൊടുത്താലും അപ്പുറത്തേന് ആ ബൂസ്റ്റ് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഞാൻ കുടിപ്പിക്കും.
ഓരോരുത്തരും സ്വന്തം ഗുണമല്ല. അറിയാമല്ലേ? എന്നാ പിന്നെ വേണ്ട, അറിയാമെങ്കിൽ പിന്നെ വേണ്ട, അറിയാമല്ലോ. ഈ എഫ്രാത്ത് അസൂബയുടെ പിള്ളേരെ നന്നായി നോക്കി ചരിത്രവും കൂടാ നന്നായിട്ട് നോക്കി ശുശ്രൂഷിച്ചു. അപ്പം എഫ്രാത്ത് അങ്ങ് മരിച്ചു. വായിരുമോളെ. ഓ എന്റെ കൊച്ചെ. അതിന്റെ ശേഷം ഹെസ്രോൻ ഗിലെയാദിന്റെ അപ്പനായ മാഖീരിന്റെ മകളുടെ അടുക്കൽ ചെന്ന് അവളെ. അപ്പൊ ശ്രദ്ധിക്കുക, താഴോട്ട് വയ്ക്കുമ്പം ഈ എഫ്രാത്ത് അങ്ങ് മരിച്ചു. ഇവള് മരിച്ചെങ്കിലും ആ സ്ഥലത്തിന് ആ പേരിട്ടു. ആ സ്ഥലത്തിന് അതാ എഫ്രാത്ത്. ജോസെ പണ്ടൊരു പാട്ടുണ്ട്, എഫ്രാത്തെ നീ എൻ്റെ, ഒന്ന് പാടിക്ക്, ഒരു വരി ഒന്ന് പാടിക്ക്. എഫ്രൈം എന്നാണോ? അല്ല, എഫ്രാത്ത് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെയോ കേട്ടതാ, അങ്ങനെ അങ്ങോട്ട് ഒരെണ്ണമുണ്ട്. എഫ്രാത്ത അങ്ങനെ ഉണ്ട്. എൻ്റെ വരികളൊന്നും ഓർക്കുന്നില്ല. ഇനി അത് പാടി സമയം കളയണ്ട. അപ്പൊ എന്തായാലും എവള് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തിന് പേരിട്ടു എഫ്രാത്ത്. ഇതുകൂടെ ചേർത്താണ് മീക പറഞ്ഞിരിക്കുന്നത്. ഇനി 5:2 വായിരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനമാണല്ലോ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ റൂട്ടിലൊന്ന് പോകുന്നത്. തന്നെയല്ല, നോട്ടീസിനകത്ത് ഒരു പദം കൊണ്ടാണ് ക്രിസ്തുമസ്. അതാ അപ്പൊ അതിനോട് ചേർത്ത് അങ്ങ് പോകാം. മര പറഞ്ഞല്ലയോ കൊടിയിടുന്നത്. വായിച്ചു. നീയോ ബേത്ലഹേം എന്ന് നിങ്ങൾക്കെല്ലാം വചനം അറിയാം. സ്തോത്രം. നിലവിളിയും ദുഃഖവും മനോവേദനയും ഒക്കെ നടന്ന സ്ഥലമാ ഈ എഫ്രാത്ത്, ബേത്ലഹേം. ഒരു വാക്യം വായിച്ചോ മോളെ. ഉൽപ്പത്തി പുസ്തകം 35 അറിവുള്ള വാക്യം 35 15 മുതലൊന്ന് വായിച്ചു. പെട്ടെന്ന് വായിച്ചു. ഉൽപ്പത്തി 35 15 മുതൽ വായിച്ചു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേഥേൽ എന്ന് പേരിട്ടു. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം ഉള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾ കഠിന വേദനയായിരിക്കുമ്പോൾ സൂതി കർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ വേദനയുടെ പുത്രൻ എന്ന അർത്ഥം വരുന്ന പേരിട്ട് ബെനോനി. സ്തോത്രം. ബെനോനി ജനിച്ച സ്ഥലമാ ഈ സ്ഥലം. അവിടെ ആ ലോകരക്ഷകൻ ജനിക്കുന്നത്. പശ്ചാത്തല ഭാഗമൊക്കെ വിസ്തരിച്ചാ പ്രസംഗിക്കേണ്ടത്. റേച്ചൽ ആന്റി എന്നല്ലേ? ഇംഗ്ലീഷ് ഇരിക്കട്ടെന്ന് മലയാളം തന്നെ പറഞ്ഞ റാഹേല് കൊച്ചമ്മ, റാഹേലമ്മ. കൊച്ചുണ്ണി പോലും അമ്മാമ്മയുടെ ഒപ്പം ഒക്കത്തില്ല. ഏത് കൊച്ചുണ്ണി? കൊച്ചുണ്ണി വന്ന് പറയാം, അമ്മാമ്മേ എന്നെങ്കിലും കൂടെ ചില ബാലപാഠം. സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പെണ്ണുങ്ങൾ. ഞങ്ങളുടെ ഒരു പെൺകുട്ടിയുണ്ട്, അവളെ കെട്ടിച്ചു വിട്ടു. എന്നാൽ അവൾക്ക് വീട്ടിൽ വരുമ്പോൾ ഇവിടുന്ന് എന്തേലും കൊണ്ടുപോകണം. അവിടെ കൊച്ചുങ്ങളും അങ്ങനെ തന്നെ. ഒരിക്കൽ അവിടെ കൊച്ച് ഞാൻ പറഞ്ഞു, വലിയപ്പനുണ്ട്, അമ്മയുടെ അപ്പനോട് ചോദിക്കാം, അപ്പച്ച ഇതെന്നതാ അപ്പച്ച? ഉടനെ അപ്പച്ചൻ പറഞ്ഞു, മോളെ ഇത് മീറ്ററാന്ന് പറഞ്ഞു. മീറ്റർ നമ്മുടെ കറണ്ടിൻ്റെ മീറ്റർ. ഉടനെ അവൾ പറയാം, അപ്പച്ച ഞങ്ങൾക്ക് മീറ്റർ ഇല്ല അപ്പച്ച, ഞാൻ കൊണ്ടുപോക്കോട്ടെ എന്ന്. എവിടെ തല്ലിയോ സന്തതി? അപ്പച്ച ഞങ്ങളുടെ വീട്ടിൽ മീറ്റർ ഇല്ല അപ്പച്ച, ഞാനിത് എങ്ങനെയുണ്ട്? അയ്യോ അടിച്ചു മാറ്റാൻ ഉണ്ട്. സുനാമി കൂടുതൽ അടിച്ചത് ഇല്ല നമ്മുടെ ഇവിടെ ദ്വീപ് അല്ലെന്ന്. ഇന്തോനേഷ്യയിൽ വേറൊരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നല്ലോ, ആൻഡമാൻസിലൊക്കെ. പിന്നെ സുനാമി അവിടെ അടിച്ചത്. മുണ്ടക്കയത്ത് ഒരാൾ 5 ഏക്കർ വസ്തു എഴുതിച്ചു സുനാമിയുടെ പേരിൽ. സുനാമി അടിച്ചത് ആൻഡമാൻസിനടുത്താണോ മുണ്ടക്കയം?
അങ്ങനെ അടിച്ചു മാറ്റാൻ വിദഗ്ധരുണ്ട്. റേച്ചൽ ആന്റി അടിച്ചു മാറ്റാൻ വിദഗ്ധരാ. അപ്പന്റെ വീട് വിട്ടു പോന്നപ്പോൾ ഗൃഹബിംബം മോഷ്ടിച്ചത് ഒട്ടകക്കോപ്പിനകത്തിട്ട്. എന്ത് വിദഗ്ധമായിട്ടാ! ഈ മോഷണം ഒരു കലയാ കേട്ടോ, നമ്മളെ കൊണ്ടൊക്കത്തില്ല, ഒക്കുകയല്ല. വളരെ ബെണ്ടി ചോവ് എന്ന് പറയുന്ന ഒരുത്തൻ കലാപരമായിട്ട് തിരുവനന്തപുരത്ത് കയറിയത് പത്രത്തിൽ വായിച്ചതല്ലേ? എന്ത് കലാപരമായിട്ടാ! നമ്മളെ കൊണ്ടൊക്കുവോ? ഒരു കലയാ. മുണ്ടക്കയത്ത് പണ്ട് യോഗത്തിന് ചെന്നപ്പോൾ ഒരാളെ യോഗത്തിന് പരിചയപ്പെട്ടു, നല്ല ജെന്റിൽമാനെ. യോഗം കഴിഞ്ഞപ്പോൾ കൈ കൊടുത്തു. പേരെന്നാന്ന് വെച്ച് പേര് പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിയുടെ എടുപ്പും ഞാൻ ചോദിച്ചു ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നെന്ന് ചോദിച്ചു. കണ്ടാൽ ചോദിച്ചു പോവും. എന്നാൽ പുള്ളി ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ആര് പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് വേറെയാ. അയ്യോ അതേതാ? പാസ്റ്ററോട് കള്ളം പറയാൻ ഒക്കത്തില്ലല്ലോ. തന്നെ യോഗം കഴിഞ്ഞാൽ ഉടനെ എങ്ങനെയാ കള്ളം? നേരത്തെ പോക്കറ്റടിയായിരുന്നു തൊഴിൽ. പക്ഷേ മാനസാന്തരപ്പെട്ടു, യേശുവിനെ അറിഞ്ഞു, അതെല്ലാം നിർത്തി, ദൈവം എന്നെ രക്ഷിച്ചു. അപ്പം ഞാൻ വളരെ വളരെ നന്നായിട്ട് ഇടപെട്ടതെന്ന് ഞാൻ ചോദിച്ചു, പോക്കറ്റടിക്ക് പോകുമ്പോൾ എങ്ങനെയാ പോകുന്നേ? പുള്ളി പറഞ്ഞു വെളുപ്പിനെ ഇറങ്ങുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചാച്ചാ ഇറങ്ങുന്നത്. കർത്താവിയെ കടന്നു പോകുന്നു, അധികം തപ്പാതെ നല്ല 2 പോക്കറ്റ്. വെളുപ്പിനെ ഇറങ്ങും, പ്രാർത്ഥിച്ചേച്ചാണ്. എങ്ങനുണ്ട്? കാരണം ഒത്തിരി പോക്കറ്റ് തപ്പാതെ നല്ല 2 പോക്കറ്റ് കണ്ടുങ്ങ. അപ്പം പറഞ്ഞു അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പോകുന്നെന്ന് 8:30 ഡ്യൂട്ടി കഴിയുമെന്ന് പറഞ്ഞു. രാവിലെ 7:30 നല്ല തെള്ളല്ലേ. ആട്ടെ, വിട്ടേക്കാം. കലാപരമായിട്ട് അടിച്ചു മാറ്റി വിഗ്രഹം. ഒട്ടക കോപ്പിനകത്തിട്ടു. യാക്കോബിന്റെ കൂടെ റേച്ചൽ ആന്റി ഉണ്ട്. പാട്ടുമൊക്കെ പാടി പോകാം ബേഥേലിലോട്ട്. പാട്ടിതാ, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്. ഇത് വന്ന് അടിക്കുക, ബിംബം അടിക്കുക കാലിനിട്ട്. മോക്ഷയാത്ര ആണിത് ഞാൻ നടപ്പത് കാഴ്ചയാല് അല്ല. അപ്പൊ നമ്മള് അമ്മാമേ അതെന്നാ ഉപകരണം? അത് പുതിയ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്നതാ പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടി. ഇതിനകത്ത് വിഗ്രഹം കിടക്കുക. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ നല്ലതാ, അടിച്ച് പാടി കടവുമൊക്കെ കിടന്നങ്ങ് ചെന്ന്. എന്തിനേറെ അപ്പൻ വന്നല്ലോ, പുറകെ വന്നില്ലേ അപ്പൻ പുറകെ വന്ന് ഗിലെയാദ് പർവ്വതത്തിന്റെ ഇങ്ങേ ചരിവിൽ വന്നു. അപ്പുറേ യാക്കോബും കുടുംബവും കിടക്കുക. എന്നാൽ യാക്കോബിന്റെ ദൈവം അന്ന് രാത്രി അവൻ ലാബാനോട് പറഞ്ഞു, നീ യാക്കോബിന്റെ ഗുണവും ചെയ്തേക്കരുത്, ദോഷവും ചെയ്യരുത്. അതുകൊണ്ടാണ് അവൻ ഒതുങ്ങിയത്. യാക്കോബിന്റെ ദൈവം ലാബാന് പ്രത്യക്ഷപ്പെട്ടു. പിറ്റേന്ന് വന്ന് നയപരമായിട്ടൊക്കെ ഇടപെട്ടു. കാര്യം എന്നാലും എൻ്റെ മോനെ നീ എന്നോട് പറയാതെ ഓടി. ഞങ്ങള് സഭയായിട്ട് സെന്റ് ഹോം മീറ്റിംഗ് തരാൻ ഇരുന്നതാ. അങ്ങനെയൊക്കെ ഉള്ള താല്പര്യമില്ലേലും കൊടുത്തു വിടും. ചില കമ്മിറ്റിക്കാർ പറയാം ഏതായാലും പുള്ളി ഇരുന്ന പ്രശ്നമാണ്, പക്ഷെ നമ്മുടെ മാന്യത അനുസരിച്ച് ന്യായമായിട്ട് എന്തിനാ ഇത് മേടിക്കാൻ നിൽക്കുന്നത്? കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുതെന്ന ആ പുസ്തകത്തിൽ അങ്ങനല്ലേ വാക്യം? കാര്യമൊക്കെ പറഞ്ഞാട്ടെ നീ ഓടിപ്പോന്നു വെപ്രാളത്തിന്. ബിംബം എന്തിനാ കൊണ്ടുപോകുന്നെന്ന് പുള്ളി അതിന് വന്നതാ. യാക്കോബ് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ആരുടെയും ഒന്നും മോഷിച്ചിട്ടില്ല, നിന്റെ ഒരു ആടിനെ ഞാൻ കണ്ടിച്ചിട്ടില്ല, കാണാതെ ഉത്തരവാദി ഞാൻ. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതമേറ്റ് നോക്കി കൂടാരത്തിൽ കയറി തപ്പാൻ പറഞ്ഞ തപ്പി ഒറ്റ കൂടാരത്തിലുമില്ല. ലാസ്റ്റ് ആ അപ്പച്ചൻ ഏതാ റേച്ചൽ ജേക്കബിന്റെ കൂടാരത്തിൽ, റേച്ചൽ ജേക്കബ് അങ്ങനെ തെറ്റിയോ? പിന്നെ നിങ്ങൾ ചിരിക്കുന്നേ ഒത്തു വന്നത് കൊണ്ടാ. ലാസ്റ്റ് പൊന്നുമോടെ കൂടാരത്തിൽ വന്നു. എന്റെ ഭാവനയാ, ബെല്ലടിച്ചു അല്ലേ കൊട്ടി, ഉടനെ അകത്തിന്ന് പ്രൈസ് ദി ലോർഡ്. ഉടനെ വെളിയെന്ന് പറഞ്ഞു, മോളെ കഥകു തുറക്കടി, ഞാനാ അച്ചായനാ. പപ്പ ഞാൻ ഫാസ്റ്റിംഗ് പ്രയറാ, എഴുന്നേക്കത്തില്ല. ഹല്ലേലൂയ, ഫാസ്റ്റിംഗ് പ്രയറാണ്, എഴുന്നേക്കത്തില്ല. അപ്പൊ അപ്പനോർത്ത് അയ്യോ എന്നാ വേണ്ട മോളെ, ഞാൻ അങ്ങ് പൊക്കോളാം, നീ ഇവിടെ വന്നെങ്കിലും ഉപവസിക്കാൻ തുടങ്ങിയല്ലോ, അവിടെ വെച്ചോ. അപ്പനങ്ങ് പോയി, അപ്പനെ കളിപ്പിച്ചു. യാക്കോബ് അപ്പനെ കളിപ്പിച്ചു, യാക്കോബിനെ അമ്മാച്ചൻ കളിപ്പിച്ചു, അമ്മാച്ചനെ മോള്. എന്നെ പാരമ്പര്യമാണ്.
ചിലപ്പോൾ ഞങ്ങൾ തോമാസ്ലിഗായുടെ പാരമ്പര്യം, നല്ല പാരമ്പര്യം. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ഓൾ നൈറ്റ് പ്രയർ ഒക്കെ അമ്മാമ്മയുണ്ടായിരുന്നു. ഓൾ നൈറ്റിന് യാക്കോബ് തന്നെയായിരുന്നെങ്കിൽ അമ്മാമ്മ കൂടാരത്തിൽ കാണും. എന്തിനേറെ യാത്ര ചെയ്ത് സുക്കോത്ത് വന്ന് സുക്കോത്ത് വെച്ച് പ്രശ്നമുണ്ടായി. ഒടുവിൽ ബഥേലിലേക്ക് പോകുകയാ. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ബഥേലിലെ ആരാധന വേർപാടിന്റെ ആരാധനയാ. അതെ, യാക്കോബ് ദൈവം തമ്പുരാൻ യാക്കോബ് പറഞ്ഞു, നീ ബഥേലിൽ പോകണം. കാരണം ശിമയോൻ കുഴഞ്ഞു, ലേവിയും കുഴഞ്ഞു. സ്തോത്രം. മാത്രമാണോ രൂപേന്റെ കാര്യം വെളിയുമിണ്ടാനൊക്കത്തില്ല. പെങ്കൊച്ച് 34 പിഴച്ചു. ദീനാമ. ഇതെല്ലാം ഈ സുക്കോത്ത് വന്നത് കൊണ്ടാ. നീ പുറപ്പെട്ട് ബഥേലിൽ പോകണം. നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ യാഗം കഴിക്കണം. യാക്കോബ് കുടുംബത്തെ എല്ലാം വിളിച്ചോണ്ട് പോവുക. പോകുന്ന പോക്കിനും ഈ മുടിരാത്രി പ്രാർത്ഥനയ്ക്കും ഈ സുക്കോത്ത് വന്നിട്ടൊന്നും ക്രമീകരണം വരുത്തിയില്ല. ഒടുവിൽ അത് അങ്ങ് എത്താൻ അവിടെ വായിക്കുന്നത് 16-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ മോളെ. 16-ാം വാക്യം 35-16. പെട്ടെന്ന് അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഗേൽ പ്രസവിച്ചു. ഞാൻ ഓടിച്ചു പറഞ്ഞങ്ങ് നിർത്താം. റാഗേൽ പ്രസവിക്കുക, റാഗേൽ പ്രസവത്തോടു കൂടി മരിക്കുക. ആ പ്രസവത്തെ പറ്റി വേദപണ്ഡിതാക്കൾ പറയുന്നത് ഈ ബ്ലഡ് പോയാ മരിക്കുന്നത്. ബ്ലഡ് നിൽക്കുന്നില്ല. അവിടെ ഒരു പദമുണ്ട്, ജീവൻ പോകുന്ന സമയം. അങ്ങനെ ഒരു പദമുണ്ട്. മോള് കണ്ടോ? എന്നാൽ അവൾ മരിച്ചുപോയി, ജീവൻ പോകുന്ന സമയം, ജീവൻ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. ജീവൻ രക്തത്തിലല്ലേ? ജീവൻ രക്തത്തിലാ, ബ്ലഡ് നിൽക്കുന്നില്ല, പോയിക്കൊണ്ടിരിക്കുക. അപ്പച്ചൻ പണ്ട് വന്ന് കൂടാരത്തിൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് എനിക്ക് എഴുന്നേക്കാൻ പാടില്ലെന്ന്. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ വിഷയത്തിൽ ദൈവം പിടികൂടി. തെറ്റ് സംഭവിക്കാം, കുറവുകൾ വരാം, ബലഹീനത വരാം, പോഷത്വം വരാം, ക്രമക്കേട് വരാം. പക്ഷെ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു ദിവസം ദൈവം നിന്നെ പിടിക്കും. അപ്പം വന്നപ്പോൾ ഉപേക്ഷിക്കണ്ടേ? ഓൾ നൈറ്റ് കഴിഞ്ഞപ്പോ ക്രമീകരിക്കണ്ടേ? സുക്കോത്ത് വന്നപ്പോ ക്രമീകരിക്കണ്ടേ? പിള്ളേര് പിഴച്ചപ്പോ ക്രമീകരിക്കണ്ടേ? ക്രമീകരിച്ചില്ല. അടിയരിയായിട്ട് പിടികൂടി. ബ്ലഡ് നിൽക്കുന്നില്ല, ജീവൻ പോവുക. അപ്പോൾ വേദനയോടെ ദുഃഖത്തോടെ സൂതികർമ്മണി പറഞ്ഞു, ആങ്കൊച്ചാ കേട്ടോ, ആങ്കൊച്ചാ. അമ്മ പറഞ്ഞു, അവന് പേരിട്ട് ബെനോനി. കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ വേദനയുടെ പുത്രൻ. ഞാൻ വിസ്തരിക്കുന്നില്ല, നിർത്തുക. എനിക്കിതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിച്ചല്ലോ. വലിയ കാര്യം, വലിയ കാര്യം. ദൈവത്തിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം. അവൾ ബെനോനി എന്ന് പേരിട്ടു. അവൻ ജനിച്ച സ്ഥലമായി ബേത്ലഹേമിലെ എഫ്രാത്ത്. അവിടെ ക്രിസ്തു ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി കൊണ്ട് നമുക്ക് ലഭിച്ച നേട്ടത്തിൽ ഒന്ന്, സ്തോത്രം, ദുഃഖവും നെടുവീർപ്പും മാറ്റി. ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഭാഗം ലൂക്കോസ് പറയുന്നത് എങ്ങനെ? സർവജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ കണ്ണുനീരും ദുഃഖവും മുറവിളിയും ദുഃഖവുമാണെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുവിന്റെ തിരുപ്പിറവി കൊണ്ട് അത് സന്തോഷമാക്കി തീർത്തു. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ നിരാശ മാറണമെങ്കിൽ യേശു ഹൃദയത്തിൽ ജനിക്കണം. നിന്റെ കുടുംബത്തിന്റെ തകർച്ച മാറണമെങ്കിൽ യേശുവിനെ വീട്ടിൽ ഏറ്റെടുക്കണം. ദേശത്തിന്റെ തകർച്ച മാറണമെങ്കിൽ ദേശത്ത് യേശുവിനെ ഉയർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി കാര്യം പറയാനുണ്ട്. ഞാൻ സന്ധ്യയ്ക്കുമൊക്കെ നോട്ടൊക്കെ തയ്യാറാക്കി വെച്ചതാ. എന്നാ ചെയ്യാനാ? ദൈവത്തിന്റെ മകത്ത്. ഇപ്പൊ നിങ്ങൾ പറയും ഇയാള് താമസിച്ച് വന്നതുകൊണ്ടല്ലേ? അതെ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് അടങ്ങുക. ദൈവത്തിന് മകത്വം. ബേത്ലഹേം ദൈവത്തിന്റെ ആ ബേത്ലഹേമില്ല യേശുവിന്റെ തിരുപ്പിറവി. ബേത്ലഹേമിനെ പറ്റി ഒത്തിരി ഉണ്ട്. ദൈവത്തിന് മകത്വം. ദാവീദിന് ഒരിക്കല് ദാഹം, ഭയങ്കര ദാഹം. ദാവീദ് പറഞ്ഞു, എനിക്ക് ബേത്ലഹേം കണ്ടിട്ടില്ല, വെള്ളം കുടിക്കണമെന്ന്. അന്ന് ഫെലിസ്ത്യർക്ക് കാവൽ പട്ടാളമുണ്ട് അവിടെ, കാവൽ പട്ടാളം. ദാവീദ് മിടുക്കനല്ലേ? ദാവീദിനെ പറ്റി വായിക്കുന്നത്, അവനെന്റെ കൈകളെ പോരിനായിട്ട് വിരലുകളെ യുദ്ധത്തിനായിട്ട്
അഭ്യസിപ്പിച്ച നല്ല മിടുമിടുക്കനാ ദാവീദ്. നല്ല എറിഞ്ഞാൽ ഉന്നം പിഴക്കിയല്ല. കഞ്ചിക്കകത്ത് കൈയിട്ട് കല്ലൊരെണ്ണം എടുത്ത് വെച്ചോടനെ എറിഞ്ഞില്ല, നമ്മൾ വെച്ചോടനെ ഭത്സിക്കുന്നെന്ന് പറയാം. അത് വേണ്ട, വെച്ചൊന്ന് വീശി എന്നൊക്കെ എഴുതിയേക്കുന്നത്. അങ്ങനല്ലേ മോളെ? നമ്മൾ വന്നിരുന്ന ഏനതാണോ ചുമ്മാ അങ്ങ് ചാടുകയും ആട്ടുകയും. ദാവീദ് കല്ലെടുത്ത് കമണയിൽ വെച്ച് വീശി. അങ്ങനെ ഉണ്ട്. വായിച്ചോ മോളെ? കണ്ടോ? 17-ാം അധ്യായത്തിലല്ലയോ മോളെ? ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ ഉണ്ട്. ദാവീദ് സഞ്ചിക്കകത്ത് കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ചു. വെച്ചോടനെ എറിഞ്ഞെന്നില്ല, വെച്ചൊന്ന് വീശി. അങ്ങനെ ഉണ്ട്. ദിവസം കണ്ടോ? ആരേലും കണ്ടോ? കൊള്ളാം, മുദ്ര ഇട്ടേച്ചിരിക്കുക പുസ്തകത്തിന്. ഞാൻ കാണാൻ പോകുന്നു. 8:30 ആയപ്പോഴേ മുദ്ര ഇടുന്ന ഞാൻ കണ്ടു. നീ അതുകൂടെ കാണാഞ്ഞിട്ടാ. മോള് കണ്ടോ? വീശി. അത് മതി, ഒത്തിരി വീശണ്ട, വീശി. അതാ പേരെന്താ? ആനി. വളരെ ദൈവം അനുഗ്രഹിക്കട്ടെ, എന്നെ സഹായിച്ചല്ലോ. അല്ലെങ്കിൽ അവര് പറഞ്ഞ അയാളെ ഇളക്കം കയറി പറഞ്ഞ അങ്ങനൊന്നും ഇല്ലെന്ന് പറയും. അവ കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി. എന്നിട്ട് ആ ഫെലിസ്ത്യന്റെ നെറ്റിക്കിട്ടെറിഞ്ഞു. ഉന്നം പിടിച്ചത് നെറ്റിക്കാ. സൂക്ഷം കല്ല് നെറ്റിയെ കൊണ്ടു. കവണ് വീണു. ഇടയ്ക്ക് കയറി പറയാം, കവണ് വീണു. കവണ് വീണുടനെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയക്കുകയല്ല. ഞങ്ങളിപ്പോൾ ലൈവിലുണ്ട്. ഗോലിയാത്താണ്. അങ്ങനല്ലേ ഇപ്പോഴത്തെ എന്തുവാ ട്രെൻഡ് എന്നാണോ പറയുന്നത്? ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഇംഗ്ലീഷ്. പിന്നെ അസംബ്ലീസ് ഓഫ് ഗോഡ് അല്ലേ, ഇംഗ്ലീഷ് തന്നെ ഇരിക്കട്ടെ. ദാവീദ് ഫോട്ടോ എടുക്കാനല്ല ഓടിയത്. ദാവീദ് നിങ്ങളെ ഭാഗമോ ഓടി അങ്ങോട്ടേക്ക്, എന്റെ ഭാഷയാ, ഓടി അങ്ങോട്ടേക്ക് എന്ന് 6 മുഴ ഉകരിച്ചാൻ നെടുപ്പോൾ വന്നേണ്ട കവണ്ട് കിടക്ക. അവന്റെ നെഞ്ചത്തോട്ട് കയറി, എന്റെ ഭാഷയാ, നെഞ്ചത്ത് കയറി അവന്റെ ഉറകിൽ നിന്ന് അവന്റെ വാളിഞ്ഞോട്ട് വലിച്ചൂരി അവന്റെ തല വെട്ടി അവൻ ഇങ്ങനെ കൊണ്ടുവരികയാ. ഇതാണ് കാൽവറിയിൽ നടന്നത്. ഇതാണ് കാൽവറിയിൽ നടന്നത്. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ വെല്ലുവിളിക്കുക, കൊല്ലും 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 എന്ന് വെല്ലുവിളിക്കുക. എന്നാൽ കാൽവറിയിൽ ഒരുവൻ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ അല്ല അവന്റെ വാളൂരി ജയഭാരി മുടക്കി. ഇതാ ദാവീദ്. ദാവീദ് മിടുക്കനാ. അതല്ലേ പണ്ട് ഊശായി പറഞ്ഞ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല, അവൻ വലിയ പൊരിഞ്ഞ മോനാ. വായിച്ചോ. ദിനവൃത്താന്തങ്ങളുടെ, ഞാൻ എടുത്തതൊന്നും പറയാൻ ഒക്കുന്നില്ല. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം, ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ വായിച്ച്. ഇടത്ത് താള് മറിക്കുമ്പോൾ ഇടത്ത് വശത്തെ കണ്ണിക തുടങ്ങുന്നത്. അത് തന്നെ. ദൈവദാസനെ സഹായിച്ചതിന് നന്ദി. എന്നാൽ അബ്ശാലോം അർഹനായ ഹൂശായിയെ വിളിക്കുക. അവന്റെ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാമല്ലോ. ഹൂശായി അബ്ശാലോമിന്റെ അടുക്ക് വന്നപ്പോൾ അബ്ശാലോം ഹൂശായിയോട് ഇന്ന പ്രകാരമല്ല അഗീതോബൽ പറഞ്ഞു, അവൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഹൂശായി അബ്ശാലോമിനോട്, അഗീതോബൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. പിന്നെ നിന്റെ അപ്പനും അവന്റെ ആളുകൾ വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ ഉഗ്രമാനസൻ. നിന്റെ അപ്പൻ യോദ്ധാവ, അവൻ ജനത്തോടു കൂടെ രാപാർക്കത്തില്ല. അവനിപ്പോൾ വല്ല ഗുഹയിലോ മറ്റു വല്ല സ്ഥലത്തോ ആയിരിക്കും. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഇവര് വലിയൊരു പട്ടുപോയാൽ അബ്ശാലോമിന്റെ പക്ഷക്കാരി മഹാസംഹാരമുണ്ട് എന്ന് ഇസ്രായേൽ അറിയും. അപ്പോൾ സിംഹകൃതകളെ ശൂരനും കൂടെ ഉരുകിപ്പോകും. ഭയങ്കര മിടുക്കനാ. സ്തോത്രം. മിടുമിടുക്കൻ. നിന്റെ അപ്പനും അവന്റെ ആളുകളും കാട്ടിൽ കുട്ടി കവർന്നു പോയ കരടിയെ പോലെ. കാട്ടിൽ കരടിയുടെ കുട്ടി പോയ കരടി ഉറക്കളച്ച് വരുന്നവന്റെ ഹൃദയത്തിന്റെ നെയ്വല കീറുമെന്ന ഹോശിയ പ്രവചനത്തിൽ അടച്ച് കീറിക്കളി. നിന്റെ അപ്പൻ അതുപോലെ മിടുക്കനാ, യോദ്ധാവാ, കൂർമ്മ ബുദ്ധിക്കാരനാ നിന്റെ അപ്പൻ. അതല്ലേ ഗത്തിൽ പണ്ട് ചെന്നപ്പോ ഉടനെ ഭ്രാന്ത് അഭിനയിച്ചത്. നമ്മളതിനെ കാൽവറി രക്തം പറഞ്ഞു നിന്നേനും അത് നല്ല കീച്ചും കീറ്റിയാനും. അന്നേരം മിടുക്കനാ. കൂടെയുള്ളവരെ വീരന്മാര്, അതിലും വലിയ മിടുക്കന്മാര്. അവരെ പറ്റി വായിക്കുന്നത് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പെട്ടെന്ന് വായിച്ചോ, ചടിയാനും വായിക്കും. പോണം. ദിനവൃത്താന്തം 2-ാം പുസ്തകം 12-1. എന്നാൽ രഹബയാമിന്റെ രാജ്യത്വം ഉറച്ച് അവൻ ബലം പ്രാപിച്ച ശേഷം അവനും അവനോട് കൂടെ എല്ലാ ഇസ്രായേലും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു. 1-ാം പുസ്തകം 12 വായിച്ചേ മോളെ. 1-ാം പുസ്തകം അല്ലേ? ഒന്നൊന്ന് വായിച്ച. അത് തന്നെ. കീശിന്റെ മകനായ
ആ വായിച്ചു. ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. സിക്ലാഗിൽ അവിടെ അവന്റെ അടുക്കൽ വന്നവരാവിത് യുദ്ധത്തിൽ തുണ. അടുത്തത്, അവർ വില്ലേളികളും ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും കല്ലെറിയുവാൻ. അത്രയ്ക്ക് പ്രാർത്ഥന്മാരാ, ഇത്ര വീരന്മാരാ കൂടെ. ഇനി അവരെ പറ്റി വായിക്കുന്നത് സിംഹമുഖന്മാരാന്ന്. ആ 12:8 തോന്നുന്നു. സിംഹമുഖം വായിച്ചേ. പരിചയം കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും ഗാദിരെ പെറിഞ്ഞു ദുർഗത്തിൽ ദാവീദിനോട് ചേർന്ന്. അടുത്തത്, അവർ സിംഹമുഖന്മാരാ. അപ്പൊ ഇടങ്കയ്ക്കും വലങ്കയ്ക്കും കല്ലുമറിക്കും സിംഹമുഖ. ഇത്ര മിടുക്കന്മാരാ. സ്തോത്രം. അത് ഞാൻ വിവരിക്കുന്നില്ല, അങ്ങ് നിർത്തിയേക്കാം. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ള മിടുമിടുക്കന്മാരാണ് ദാവീദ്. ആ ദാവീദ് ഇവനെ എറിഞ്ഞിട്ടു. ദാവീദിനെ പറ്റി ആ ഭാഗം അങ്ങ് വിടുകയാ. ദൈവത്തിന്റെ മഹത്വം. ഈ ദാവീദ് ശൗലിനെ പേടിച്ച് മനോഭീതിയോടെ ദിനരാത്രങ്ങൾ കഴിക്കുക. അങ്ങനെ കാട്ടാട്ടിൻ പാറയിലും അതുല്ലാമിലും ഏൻഗതിയിലും പാറാൻ മരുഭൂമിയിലൊക്കെ അലഞ്ഞു ഉടന്ന് ഇതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ തീർന്നു പോയി വളരെ ബുദ്ധിമുട്ടി. അപ്പൊ ദാവീദ് ഒരിക്കൽ പറയുക, എനിക്ക് ബേത്ത്ലേഹേം കിണറ്റിലെ വെള്ളം ഒന്ന് കുടിക്കണം. 2 വീരന്മാർ അവിടെ ചെന്ന് ബേത്ത്ലേഹേം കിണറ്റിലെ വെള്ളമെടുത്ത് ഫെലിസ്ത്യന്റെ കാവൽ പട്ടാളം കിടക്കുക. അതിനിടയെ കൂടെ അങ്ങോട്ട് ചെന്ന് ബേത്ത്ലേഹേം കിണറ്റിലെ വെള്ളമെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. ദാവീദ് പറഞ്ഞു, അയ്യോ ജീവനെ തൃണവൽക്കണിച്ചു പോയതാ, എനിക്ക് വെള്ളം എന്നെ നിലത്തൊടിച്ചു. ബേത്ത്ലേഹേമില് ആ വെള്ളം ദാവീദ് കുടിച്ചില്ല. ഞാൻ വിസ്തരിക്കുന്നില്ല. യോഹന്നാൻ 7 ബേത്ത്ലേഹേമിൽ ജനിച്ച നസറായൻ പറയുകയാ, എന്റെ അടുക്കവാ, എന്റെ അടുക്കവാ. അവൻ ദാഹിക്കുന്നവനല്ല, എന്റെ അടുക്കവാ. പ്രൈസ് ദി ലോർഡ്. അവൻ ദാവീദ് വെള്ളം കുടിച്ചില്ല. അവൻ സ്തോത്രം വെള്ളം നിലത്തൊടിച്ചു കളഞ്ഞു. അവിടെ പ്രശ്നമായിരുന്നു. പക്ഷേ അവൻ ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച, അവൻ ദാവീദിന്റെ മകനായി ജനിച്ച ബേത്ത്ലേഹേമിൽ നസറായൻ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്ന് പറയുകയാ, ദാഹിക്കുന്നവനല്ല, എന്റെ അടുക്കവാ. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും, യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തും. ഞാൻ നിർത്തുക. പ്രസംഗം തീർന്നിട്ടല്ല, സമയം. നിങ്ങൾ ഇത്ര നേരം എന്നെ സഹിച്ചല്ലോ, അതുകൊണ്ടാ. ദൈവത്തിന് ഒരു ഒറ്റ പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ. ഗുണമാകാനെന്നേ ഒരു പോയിന്റ് മതി. 50 പോയിന്റ് വെച്ച് നീ ഗുണപ്പെടാതെ പോകാന്നല്ലോ. ഒറ്റ പോയിന്റ് മതി. കൂടപ്പെട്ടവരോട് പറയാം, യേശു ക്രിസ്തു മാത്രമാ ദൈവം, മറ്റൊരുത്തനും രക്ഷയില്ല. ആ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി കൊണ്ട് 1, നിന്റെ കണ്ണുനീരും ദുഃഖവും മാറും, സന്തോഷം ഉണ്ടാകും. 2, പഴയ നിയമത്തിൽ ബേത്ത്ലേഹേമിലെ വെള്ളം കുടിക്കാനൊത്തില്ല. ബേത്ത്ലേഹേമിൽ ജനിച്ചവൻ പറയുക, ഇഞ്ഞു വാ തരാം, സൗജന്യമായിട്ട് തരിക. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തും. ഞാനൊരു 10-12 പോയിന്റ് കുറിച്ചുകൊണ്ടാണ് വന്ന് പറയാം. ഇനി അങ്ങോട്ട് പോയി യിരെമ്യാവ് പറയാൻ പോലെ എനിക്ക് എൻ്റെ ഉദരം പൊട്ടും, വേദന എടുക്കും, അസ്വസ്ഥത പറഞ്ഞില്ലേ. ഞാൻ വണ്ടിക്കകത്തിരുന്ന് അവരോട് പറയാം, അതേ ഒക്കുള്ളൂ. പറയാതെ പോയാൽ എനിക്ക് അസ്വസ്ഥതയാണ്. വണ്ടിക്കകത്തിരുന്ന് പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബഹുമാന്യ കർത്തൃദാസനും ഈ മാന്യസഭയ്ക്കും ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി. പ്രാർത്ഥനയിൽ ഓർക്കണം, യേശു ഏക ദൈവം, യേശു ക്രിസ്തു മാത്രം ദൈവം.